ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ചട്ടമ്പി സ്വാമികൾ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധിരാജൻ. ജനനം 1853 ഓഗസ്റ്റ് 25 ജനനം. ഓഗസ്റ്റ് 25 1853 ഓഗസ്റ്റ് 25 ജനിച്ചു. ഓഗസ്റ്റ് 25 ഒരു പ്രത്യേകതയുണ്ട്. ജീവകാരുണ്യ ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം. ജീവകാരുണ്യ ദിനമായിട്ട് ഓഗസ്റ്റ് 25 അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരത്താണ്. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല. അപ്പോൾ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരം. അപ്പൊ ഇത്രയും. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. 1853 ഓഗസ്റ്റ് 25 ജനനം. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം എന്നു ചോദിച്ചാൽ ഓഗസ്റ്റ് 25 ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ. പിതാവ് വാസുദേവ ശർമ്മ. പിതാവിന്റെ പേരെന്താണ്? വാസുദേവ ശർമ്മ. മാതാവ് നങ്ങമ്മ. മാതാവിന്റെ പേര് നങ്ങമ്മ. മാതാവിന്റെ പേര് നങ്ങമ്മ. യഥാർത്ഥ നാമം എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അറിയപ്പെടുന്നത് അയ്യപ്പൻ. അയ്യപ്പൻ ആരുടെ പേരാണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നു. പിന്നെ ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്നു. അയ്യപ്പൻ ഷൺമുഖദാസൻ. അയ്യപ്പൻ ഷൺമുഖദാസൻ എന്നിങ്ങനെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നു. ബാല്യകാല നാമം എന്തായിരുന്നു? ബാല്യകാല നാമം കുഞ്ഞൻ പിള്ളയായിരുന്നു. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ളയായിരുന്നു. അപ്പോൾ അയ്യപ്പൻ ഷൺമുഖദാസൻ കുഞ്ഞൻപിള്ള സർവ്വവിദ്യാധിരാജൻ എന്നിങ്ങനെ ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്ന പേരുകളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ജന്മഗ്രഹം എവിടെയാണ്? ഉള്ളൂർക്കോട് വീടായിരുന്നു ജന്മഗ്രഹം. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരം. ഇനി ജന്മഗ്രഹം എവിടെയാണ്? ജന്മഗ്രഹം ഉള്ളൂർക്കോട് വീട്. ഉള്ളൂർക്കോട് വീടായിരുന്നു ജന്മഗ്രഹം. ഇനി അദ്ദേഹം സമാധിയായ വർഷം എന്നായിരുന്നു? 1924 മെയ് 5 1924 മെയ് 5 1924 മെയ് 5 1853 ഓഗസ്റ്റ് 25 ജനിച്ചു. 1924 മെയ് 5 ചട്ടമ്പി സ്വാമികളുടെ സമാധി എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഒരിക്കൽ കൂടെ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ സർവ്വവിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നു. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. ഓഗസ്റ്റ് 25 എന്നാണ് ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ. ചട്ടമ്പി സ്വാമിയുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ. മാതാവ് നങ്ങമ്മ. മാതാവിന്റെ പേര് നങ്ങമ്മ. അയ്യപ്പൻ ഷൺമുഖദാസൻ എന്നിങ്ങനെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. അയ്യപ്പൻ ഷൺമുഖദാസൻ. അയ്യപ്പനായിരുന്നു എന്താണ് യഥാർത്ഥ നാമം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പനായിരുന്നു യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പനായിരുന്നു. ഷൺമുഖദാസൻ എന്നൊക്കെ
ചട്ടമ്പി സ്വാമികളെ അറിയപ്പെട്ടിരുന്നു. ബാല്യകാല നാമം എന്താണ്? ബാല്യകാല നാമം കുഞ്ഞൻ പിള്ളയായിരുന്നു. യഥാർത്ഥ നാമം അയ്യപ്പൻ. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നു. ഇനി ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം അറിയപ്പെടുന്ന പേര് ഉള്ളൂർക്കോട് വീടായിരുന്നു. ഉള്ളൂർക്കോട് വീട് ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹമാണ്. 1924 മെയ് 5 സമാധിയായി. 1925 മെയ് 5 സമാധിയായി. അടുത്ത് ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ ആരായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബജട പാടികൾ കൃഷ്ണപിള്ള. തൈക്കാട് അയ്യ സ്വാമികൾ. തൈക്കാട് അയ്യ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബജട പാടികൾ കൃഷ്ണപിള്ള. അപ്പൊ ആരൊക്കെയായിരുന്നു ഗുരുക്കന്മാർ? തൈക്കാട് അയ്യ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബജട പാടികൾ, കൃഷ്ണപിള്ള. ഇത്രയുമായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ. ഇനി ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു ആരായിരുന്നു? ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ആദ്യകാല ഗുരു ആരായിരുന്നു? പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു. അടുത്ത് വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരായിരുന്നു? വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും. പിന്നെന്താണ്? വേദോപനിഷത്തിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമിയുടെ ഗുരു സുബജട പാടികളായിരുന്നു. അപ്പോ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരായിരുന്നു? സുബജട പാടികളായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. ഇനി സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഈ ഗുരുക്കന്മാരിൽ സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു സുബജട പാടികളായിരുന്നു ചട്ടമ്പി സ്വാമികളെ സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചത്. സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചത് സുബജട പാടികളായിരുന്നു. സുബജട പാടികൾ. അപ്പൊ ഇത്രയും ഒരിക്കൽ കൂടെ ഗുരുക്കന്മാർ ആരായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികളായിരുന്നു, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബജട പാടികൾ, കൃഷ്ണപിള്ള. ആദ്യകാല ഗുരു ആരായിരുന്നു? പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഇനി വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സുബജട പാടികളായിരുന്നു ചട്ടമ്പി സ്വാമികളെ സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് സുബജട പാടികളായിരുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദശാസ്ത്രത്തിലുമുള്ള ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദശാസ്ത്രത്തിലുമുള്ള ഗുരുവായിരുന്നു സ്വാമിനാഥ ദേശികൾ. സ്വാമിനാഥ ദേശികളായിരുന്നു തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദശാസ്ത്രത്തിലുമുള്ള ഗുരു സ്വാമിനാഥ ദേശികളായിരുന്നു. ഇനി
ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. വടിവീശ്വരത്തിലാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. വടിവീശ്വരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാടാണ്. വടിവീശ്വരം തമിഴ്നാടിലാണ് വടിവീശ്വരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഷൺമുഖദാസൻ. അപ്പോൾ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്താണ്? ഷൺമുഖദാസൻ എന്നായിരുന്നു. ഷൺമുഖദാസൻ എന്നായിരുന്നു. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ എന്നായിരുന്നു. അടുത്ത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ ആരെതിർത്തിരുന്നു? ചട്ടമ്പി സ്വാമികൾ എതിർത്തിരുന്നു. എന്താണ്? ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനം. ഹിന്ദു മതത്തിൽ നിന്നും എന്തിലോട്ട്? ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനം എതിർത്തിരുന്നു. ചട്ടമ്പി സ്വാമികൾ എന്താണ്? ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനം എതിർത്തിരുന്നു. ആര്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത് സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ ആര് പ്രധാന പങ്ക് വഹിച്ചിരുന്നു? ചട്ടമ്പി സ്വാമികൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അഹിംസയും. സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അഹിംസയും പ്രേരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഓക്കെ. അടുത്ത് തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ആര്? ചട്ടമ്പി സ്വാമികൾ സേവനം അനുഷ്ഠിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ എന്താണ്? സേവനം അനുഷ്ഠിച്ചു. ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ ഇത് തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദശാസ്ത്രത്തിലുമുള്ള ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരായിരുന്നു? സ്വാമിനാഥ ദേശികളായിരുന്നു. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. വടിവീശ്വരം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വടിവീശ്വരം. അടുത്ത് ചട്ടമ്പി സ്വാമികൾ സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വീകരിച്ച പേരെന്തായിരുന്നു? ഷൺമുഖദാസൻ എന്നായിരുന്നു. ഷൺമുഖദാസൻ. ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനം ആരെതിർത്തിരുന്നു? ചട്ടമ്പി സ്വാമികൾ എതിർത്തിരുന്നു. സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അഹിംസയും പ്രേരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അടുത്ത് തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്, ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഒരിക്കൽ കൂടെ, ജാതി വ്യവസ്ഥയുടെ കെടുതികൾ എന്താണ്? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാകുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, എന്താണ്? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാകുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ
അടിച്ചു പുറത്താക്കുക. ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുക. അടിച്ചു പുറത്താക്കുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാകുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, പകരം എന്താണ്? ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടതെന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെയായിരുന്നു? പത്മനയാണ്. സമാധി സ്ഥലം പത്മനയായിരുന്നു. സമാധി സ്ഥലം പത്മനയാണ്. ഇനി ഇവിടെ സമാധി സ്ഥലം പത്മന എന്ന് പറഞ്ഞു. സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണിത ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ബാലഭട്ടാരക ക്ഷേത്രം എന്നായിരുന്നു. ബാലഭട്ടാരക ക്ഷേത്രം. ബാലഭട്ടാരക ക്ഷേത്രം എന്നായിരുന്നു. അടുത്ത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരക സൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നായിരുന്നു. പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30 2014 ഏപ്രിൽ 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആരോടുള്ള ആദരസൂചകമായി ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2024 ഏപ്രിൽ 30. അടുത്ത് 1892 എന്താണ്? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം എന്നായിരുന്നു? 1892. അടുത്ത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദനാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളെ പറ്റി പറഞ്ഞത് സ്വാമി വിവേകാനന്ദനായിരുന്നു. അപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. സ്വാമി വിവേകാനന്ദനായിരുന്നു ചട്ടമ്പി സ്വാമികളെ പറ്റി പ്രകാരം പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനാരാണ്? ചട്ടമ്പി സ്വാമിനെ പറ്റി പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. ഇത്ര ഒരിക്കൽ കൂടെ ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതി ഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് പത്മന എന്ന സ്ഥലത്താണ്. പത്മന എന്ന സ്ഥലത്തിൽ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. 2014 ഏപ്രിൽ 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ആ പുറത്തിറക്കിയ വർഷമായിരുന്നു 2014 ഏപ്രിൽ 30. ഇനി 1892 സ്വാമി വിവേകാനന്ദൻ ആരെ സന്ദർശിച്ചു? ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. അപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, അത് വിവേകാനന്ദൻ ആരെ പറ്റി പറഞ്ഞതാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് ആരെ പറ്റി പറഞ്ഞതാണ്? ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം.
ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് ചട്ടമ്പി സ്വാമികൾ ആരെപ്പറ്റി പറഞ്ഞതാണ്? സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞതാണ്. എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ആരെ പറ്റിയിട്ടാണ് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത്? വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളായിരുന്നു. ഇനി ചട്ടമ്പി സ്വാമികൾക്ക്, അത് ശ്രീനാരായണ ഗുരുവിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുവിനും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുവിനും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യ ഗുരുവായിരുന്നു. തൈക്കാട് അയ്യ സ്വാമികളായിരുന്നു. അടുത്ത് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ചത് എന്താണ്? നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. അപ്പോൾ എന്താണ് അവിടെ പഠിച്ചാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ് നവമഞ്ജരി. ആരെ പറ്റിയിട്ടാണ് ഇത് രചിച്ചത്? ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകം അല്ലെങ്കിൽ ബഹുമാനാർത്ഥമാണ് ശ്രീനാരായണ ഗുരു നവമഞ്ജരി രചിച്ചത്. നവമഞ്ജരി ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥമാണ് ശ്രീനാരായണ ഗുരു രചിച്ചത്. അപ്പോൾ ഇത്രയും തന്നെയാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്വാമി വിവേകാനന്ദനാണ് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളായിരുന്നു. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികളൊക്കെ ആയിരുന്നു. അടുത്ത് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ചതായിരുന്നു നവമഞ്ജരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം രചിച്ചതായിരുന്നു. ഇനി അടുത്ത് ചട്ടമ്പി സ്വാമികളെ കുറച്ച് വിശേഷണങ്ങളുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് പഠിച്ചാൽ. ഏതൊക്കെയായിരുന്നു? അയ്യപ്പൻ എന്ന് പറഞ്ഞു, ഷൺമുഖദാസൻ എന്ന് പറഞ്ഞു, സർവവിദ്യാധിരാജൻ. അടുത്ത് ബാലഭട്ടാരകൻ. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞത് സർവവിദ്യാധിരാജൻ. രണ്ട് ബാലഭട്ടാരകൻ. സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ. മൂന്നാമത്തെ എന്താണ്? കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി. കാവി ധരിക്കാത്ത സന്യാസി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. കാവി ധരിക്കാത്ത സന്യാസി. അടുത്താണ് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരായിരുന്നു? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസിയാണ് ചട്ടമ്പി സ്വാമികൾ. കാവിയും
ഷൺമുഖദാസൻ എന്ന പേര് എങ്ങനെ കിട്ടിയതാണ് ചട്ടമ്പി സ്വാമികൾക്ക്? ഷൺമുഖദാസൻ, ചട്ടമ്പി സ്വാമികൾ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. അയ്യപ്പൻ എന്തായിരുന്നു? അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമമാണ്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. അടുത്ത് ഇത്രയും വിശേഷം ഒരിക്കൽ കൂടെ. സർവവിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അടുത്ത് നോക്കാൻ പോണ കൃതികൾ. ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ. ഒന്നാമത്തത് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. അടുത്തൊരു കൃതിയാണ് പ്രാചീന മലയാളം. അപ്പോൾ പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെയാണ്. പ്രാചീന മലയാളം വേദാധികാര നിരൂപണം. മോക്ഷപ്രദീപ ഖണ്ഡനം വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. അടുത്തത് നാലാമത്താണ് ക്രിസ്തുമതഛേദനം ആദിഭാഷ. അപ്പോൾ അഞ്ചെണ്ണാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ആദിഭാഷ. ഇതില് വേദാധികാര നിരൂപണത്തില് കുറച്ച് പഠിക്കാനുണ്ട്. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും. എന്താണ് വേദപഠനം? ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും, വേദപഠനം ബ്രാഹ്മണർക്ക് മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർപ്പിക്കുന്ന ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പൊ എന്താണ് വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അതെല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. അടുത്ത് ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ചു. ആർക്ക്? ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശം. വേദം പഠിക്കുന്നതിനുള്ള അവകാശം ഉണ്ടെന്ന് വാദിച്ചൊരു കൃതിയാണ് ഇത് വേദാധികാര നിരൂപണം. ശൂദ്രന്മാർക്കും വേദം പഠിക്കണമെന്നുള്ള അവകാശം ഉണ്ടെന്ന് വാദിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതി തന്നെയാണ് വേദാധികാര നിരൂപണം. അടുത്ത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം തന്നെയാണ്. എന്താണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന്
വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയുടെ ഏത് കൃതിയെ പറ്റി പറഞ്ഞതാണ്? വേദാധികാര നിരൂപണമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ്. എന്താണ്? 3 കാര്യങ്ങൾ പറഞ്ഞു. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന കൃതി. ശൂദ്രന്മാർക്കും വേദം പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച കൃതിയാണ് കൃതി. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയുടെ ഏത് കൃതിയെ പറ്റി പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ഏത് കൃതിയാണ്? വേദാധികാര നിരൂപണം. ഇതില് വേദാധികാര നിരൂപണം നോക്കി. അടുത്ത പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്താണ്? ചട്ടമ്പിസ്വാമിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് കൃതിയാണ് പ്രാചീന മലയാളം. മോക്ഷപ്രദീപ ഖണ്ഡനം എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതിയാണ് മോക്ഷപ്രദീപം. മോക്ഷപ്രദീപം ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മോക്ഷപ്രദീപം. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട്, ഈ ഒരു കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡം. അപ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡം ചട്ടമ്പിസ്വാമികളുടെയും മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അടുത്ത ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പിസ്വാമിയുടെ കൃതി ഏതാണ്? ക്രിസ്തുമത ഛേദനമാണ്. അത് എന്താണ്? ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും അങ്ങനെ ചട്ടമ്പിസ്വാമി രചിച്ച ഒരു കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ആദിഭാഷ. അടുത്ത കൃതിയാണ് ആദിഭാഷ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതി. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴ്. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് പ്രതിപാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ മറ്റൊരു കൃതിയാണ് ആദിഭാഷ എന്ന് പറയുന്നത്. ക്രിസ്തുമത ഛേദനം എന്താണ്? നമ്മുടെ ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലുള്ള പ്രവർത്തനത്തെ ക്രിസ്തീയ മിഷണറിമാര് കേരളത്തിലുള്ള പ്രവർത്തനത്തെ എതിർത്ത എന്നാണ്. ക്രിസ്തീയ മിഷണറിമാര് മാരുടെ കേരളത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പിസ്വാമിയുടെ മറ്റൊരു കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ആദിഭാഷ എന്താണ്? മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് പ്രതിപാദിക്കുന്നു, തമിഴാണ് വാദിക്കുന്ന മറ്റൊരു കൃതിയാണ് ആദിഭാഷ. അപ്പോൾ ഈ വേദാധികാര നിരൂപണം ഒരിക്കൽ കൂടെ, വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർപ്പിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. ശൂദ്രന്മാർക്കും വേദം പഠിക്കുവാനുള്ള അവകാശത്തെ വാദിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ ഏത് കൃതി, ചട്ടമ്പിസ്വാമിയുടെ ഏത് കൃതിനെ പറ്റി പ്രതിപാദിച്ചാണ്? വേദാധികാര നിരൂപണം. ഇനി മോക്ഷപ്രദീപ ഖണ്ഡം. ഇവിടെ മോക്ഷപ്രദീപ ഖണ്ഡൻ എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച ഒരു കൃതിയായിരുന്നു മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്തുമത ഛേദനം എന്തായിരുന്നു? ക്രിസ്തീയ മിഷണറിമാർ കേരളത്തിലെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്ത ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ആദിഭാഷ എന്താണ്? മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ മറ്റൊരു കൃതിയാണ് ആദിഭാഷ എന്ന് പറയുന്നത്.
അടുത്ത് ചട്ടമ്പി സ്വാമികളുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? മറ്റു കൃതികൾ ആദ്യം ചട്ടമ്പി സ്വാമിയുടെ കുറച്ച് കൃതികൾ പഠിച്ചു. വേദാധികാര നിരൂപണം, ആദിഭാഷ, ക്രിസ്തു മതഛേദനം, മോക്ഷപ്രതിഭ ഖണ്ഡനം, മറ്റൊന്നിനാണ് പ്രാചീന മലയാളം. ഇതെല്ലാം ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. ഇനി മറ്റു കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ക്രിസ്തു മതസാരം എന്താണ്? അടുത്തൊരു കൃതിയാണ് ക്രിസ്തു മതസാരം. ക്രിസ്തു മതസാരം. അടുത്തൊരു കൃതിയാണ് നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം. ശ്രീചക്ര പൂജാകൽപ്പം. ശ്രീചക്ര പൂജാകൽപ്പം. ശ്രീചക്ര പൂജാകൽപ്പം. അടുത്ത് തമിഴകം. തമിഴകം. ജീവകാരുണ്യ നിരൂപണം. ജീവകാരുണ്യ നിരൂപണം. അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താ പദ്ധതി. അടുത്ത് പുനർജന്മ നിരൂപണം. പുനർജന്മ നിരൂപണം. പുനർജന്മ നിരൂപണം. അടുത്തൊരു കൃതിയാണ് അദ്വൈത പഞ്ചരം. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം. അദ്വൈത പഞ്ചരം. സർവമത സമാരസ്യം. അടുത്ത് സർവമത സർവമത സമാരസ്യം രത്നം. അടുത്തതാണ് തർക്കരഹസ്യ രത്നം. അപ്പോൾ 10 കൃതികളും മറ്റു കൃതികളും ജസ്റ്റ് ഒന്ന് നോക്കും. ക്രിസ്തു മതസാരം, നിജാനന്ദ വിലാസം, ശ്രീചക്ര പൂജാകൽപ്പം, തമിഴകം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, പുനർജന്മ നിരൂപണം, അദ്വൈത പഞ്ചരം, സർവമത സമാരസ്യം, തർക്കരഹസ്യ രത്നം. ഇതൊക്കെ മറ്റ് ഇമ്പോർട്ടൻ്റ് കൃതികളാണ്. അടുത്ത് ചട്ടമ്പി സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിത ഏതാണ്? സമാധി സപ്തകം. എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കവിതയാണ് സമാധി സപ്തകം. സമാധി സപ്തകം. അടുത്ത് കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെ പറ്റി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ആരെഴുതിയത്? കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ്. ജീവചരിത്ര ഗ്രന്ഥം. ചട്ടമ്പി സ്വാമികളും ജീവിതവും കൃതികളുമാണ്. അടുത്ത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതി ഏതാണ്? ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും, ടോണി മാത്യുവും ജീവിതവും കൃതികളും ആരെയാണ്? കെ മഹേശ്വരൻ നായർ. സമാധി സപ്തകം ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചൊരു കവിതയാണ് സമാധി സപ്തകം. അപ്പോൾ ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികളെ പറ്റി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്.